എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 22-ാം തീയതി, അതായത് ഇനി 2 ദിവസമാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യാതെ അപേക്ഷകൾ റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡാറ്റാസിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പത്രക്കുറിപ്പാണിത്. അതായത് രാഷ്ട്രീയ സർക്കാർ സ്ഥാപനങ്ങളിലെ 2022-23 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള സ്വീകാര്യമായിട്ടുള്ള വ്യക്തിഗത അക്കാദമിക വിവരങ്ങൾ, അതായത് വെരിഫൈഡ് ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇവ പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുമാണ്. പുതിയ ക്ലെയിമുകൾ, നിങ്ങൾക്ക് സംവരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്താവുന്നതും ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുള്ള അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയായിരിക്കും ഉത്തരവാദി. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും എന്ന് ഈ ഒരു സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു LBS ഡിപ്ലോമ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങളോട് അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സംവരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയോ റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.